ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അറിയാവല്ലോ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാവില്ല, പ്രാധാന്യം അറിയാവില്ല. ഇന്ന് കുംഭഭരണി ദിവസമാണ്. അപ്പോൾ ഭദ്രകാളി ദേവിയെ ഒരുപാട് പേർ ആരാധിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. കുംഭത്തിലെ ഭരണി വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ദിവസമാണല്ലോ ഇന്ന്. അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ദേവി തരുന്ന അനുഗ്രഹങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഈ ഒരു ദിവസം മാത്രമല്ല, ഇനി അങ്ങോട്ടായാലും ദേവിയുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്, ഏത് വിധത്തിലാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഓർക്ക് ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം. രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. ഇവിടെ ഹൈ പ്രീസ്റ്റസ് എനർജി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിവിടെ മേജർ അർക്കാന കാർഡ്സ് ആണ് ആദ്യം ഞാനിവിടെ ഒന്ന് റീഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഏഞ്ചൽ മെസ്സേജസ്, ദേവിയുടെ പ്രത്യേക ബ്ലെസ്സിങ്സ് ആയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. ഹൈ പ്രീസ്റ്റസ് എനർജി എന്ന് പറയുമ്പോൾ കണ്ടില്ല, ഇവിടെ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്ന സമയമാണ്. ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് നിങ്ങൾ ഒരുപാട് പേർ രാവിലെ ലളിതാ സഹസ്രനാമമൊക്കെ ജപിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ വൈകിട്ട് രാവിലെ ജപിക്കാൻ പറ്റില്ല, നിങ്ങൾ വൈകിട്ടെങ്കിലും ജപിച്ചിരിക്കണം. അല്ലെങ്കിൽ ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജപിക്കേണ്ട ഒരു കാര്യമാണത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ നെയ്വിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ട് നിങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ ദേവി ക്ഷേത്രത്തിൽ പോവുക, ഭദ്രകാളി ദേവിയുടെ മന്ത്രം ജപിക്കാവും. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ എന്നുള്ള മന്ത്രം ജപിച്ച് ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെ ഒക്കെ നീക്കി ദേവി നിങ്ങൾക്ക് നല്ല അഭിവൃദ്ധി തരുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഉൾഭയം മാറിക്കിട്ടും, നിങ്ങളുടെ കർമ്മ കുറഞ്ഞു കിട്ടും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ദേവിയെ ആരാധിക്കുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ ഹൈ പ്രീസ്റ്റസ് എനർജി കണ്ടില്ലേ, ഇവിടെ നല്ല കർമ്മ, ബാഡ് കർമ്മ ഇവിടെ മാറ്റുകയാണ്. ബാഡ് കർമ്മയെ മാറ്റിയിട്ടാണ് നമുക്ക് അഭിവൃദ്ധി തരുന്നത്. മനസ്സിലായി? നിങ്ങളിലൊരു ബാഡ് കർമ്മ എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ തീർച്ചയായിട്ടും ഉന്മൂലനം ചെയ്തിരിക്കണം. അപ്പോൾ അത് ദേവി തീർച്ചയായിട്ടും നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തന്നിരിക്കും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ദേവി ആരാധിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവർക്ക് ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളിൽ ഏത് തരത്തിലുള്ള നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിലും നിങ്ങൾ ദേവിയെ സേവിച്ചു കഴിഞ്ഞാൽ, ഭജിച്ചു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടുന്നതാണ്. മനസ്സിലായോ? എല്ലായ്പ്പോഴും ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ പിന്തുടരുന്നുണ്ട് എങ്കിൽ ദേവിയെ നിങ്ങൾ തുടർച്ചയായി ആരാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭയം നിങ്ങൾക്ക് നീങ്ങിക്കിട്ടുന്നതാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള നെഗറ്റീവ് എനർജീസ് നിങ്ങളിൽ നിന്നും പാടെ മാറിക്കിട്ടുന്നതായിരിക്കും. അതുപോലുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു സമയത്ത് എന്നാണ് ഇവിടെ കാണുന്നത്. ഹൈ പ്രീസ്റ്റസ് എനർജിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ പലരും മെഡിറ്റേഷൻ ചെയ്യുന്നെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്ക് ഉൾക്കാഴ്ച വർദ്ധിക്കുന്ന എനർജിയാണ്. ഉൾക്കാഴ്ച വർദ്ധിക്കുന്നതിലൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതായിരിക്കും. മനസ്സിലായി? നിങ്ങൾ വിചാരിക്കുക, അയ്യോ ഇതൊക്കെ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇത് സാധിച്ചു കിട്ടുന്നു എന്ന്. പക്ഷെ അതിനൊക്കെയുള്ള ഒരു മറുപടിയാണ് നിങ്ങൾക്ക് ദേവി തരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ദേവിയെ ഭജിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ശത്രുത ആരോടെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ മനസ്സിൽ മാലിന്യമുണ്ടോ, അതൊക്കെ അവിടെ നിന്നും മാറ്റിക്കളയുക. മനസ്സിലായി? മനസ്സിനെ നല്ലതുപോലെ ഈശ്വരീയമായ ചൈതന്യത്തിൽ നിലനിർത്തുക. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത്. അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു കാണിക്കുക, അല്ലെങ്കിൽ ഉള്ളിൽ ഒരു ശത്രുത നിലനിർത്തുക, ഒരു ഫേസ് മാസ്ക് ഇട്ട് നടക്കുക, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ അത് പാടെ ഉപേക്ഷിക്കണം. നമ്മുടെ മുഖം മനസ്സിന്റെ കണ്ണാടിയല്ല എന്ന് പറയുന്ന പോലെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ളതാണ് നമ്മുടെ മുഖത്ത് വരുന്നത്. ഇനി ഇത് കാണാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ഒരു ചൈതന്യം കൊണ്ടുവരിക, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ചിരി മുഖത്ത് വരുത്തുക, ഇതൊക്കെ എവിടെയാണ്? ഒന്നും ഇത് ശാശ്വതമാകുന്നില്ല. അല്ലെങ്കിൽ ഇതൊരിക്കലും നല്ലതിലേക്കല്ല നമ്മളെ നയിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ നയിക്കുന്നത്.
മനസ്സിലായി. അതുകൊണ്ട് നല്ല പ്രവർത്തികൾ ചെയ്യൂ, നന്മയിലേക്ക് വരൂ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. അങ്ങനെ നന്മയിലേക്ക് വന്നാൽ മാത്രമാണ് നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരീയ ചൈതന്യം കുടികൊള്ളുന്നത്. നന്മ നിറഞ്ഞ പ്രവർത്തികൾ ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവരോടുള്ള അസൂയയും വിദ്വേഷവും ശത്രുതയും ഒന്നും വെച്ച് പുലർത്താൻ പാടില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പാടെ ഉപേക്ഷിക്കണം. ഈ ഒരു സമയത്ത് അത് പാടെ ഉപേക്ഷിക്കുക. ഉപേക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അഭിവൃദ്ധി ലഭിക്കൂ ജീവിതത്തിന് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് വേൾഡ് കാർഡാണ്. കണ്ടല്ലേ, വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ബ്രഹ്മാവിനെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് സൃഷ്ടിയുടെ ദൈവത്തെ മനസ്സിലായി. എല്ലാ കാര്യങ്ങൾക്കും സൃഷ്ടിച്ചെടുക്കുന്ന ഇതുണ്ടല്ലോ, നമ്മളുടെ സൃഷ്ടാവായിട്ട് നമ്മൾ കരുതിയിരിക്കുന്നത് ബ്രഹ്മാവിനെയല്ലേ. അപ്പോൾ ഈ ഒരു ഭഗവാൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 3 തലയുള്ളത്, അതായത് ത്രികാലജ്ഞാനിയാണെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ അത് ലോട്ടസ് ഫ്ലവറിനുള്ളിൽ ഇരിക്കുന്നതായിട്ടും ഒക്കെ വന്നിരിക്കുന്നത്. ഇത് ഇവിടെയും പരിശുദ്ധിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ദൈവികമായ അനുഗ്രഹം നമുക്ക് വേണമെങ്കിൽ ഇത് വേൾഡാണ്, ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങളുടേതായ എല്ലാ വിധത്തിലുമുള്ള ആഗ്രഹ സഫലീകരണം സാധിക്കും. ഇന്നത്തെ ദിവസം ദേവി നിങ്ങളിൽ പ്രസാദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വിഷസ് കം ട്രൂ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ആഗ്രഹ സഫലീകരണം അത് ട്രൂ ആയിട്ട് സംഭവിച്ചിരിക്കും. ആഗ്രഹങ്ങൾ സത്യസന്ധമായിട്ടും അത് സഫലീകരിച്ചും മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? ഇനി അടുത്തതായിട്ട് എന്തിൻ്റെ എനർജിയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന ക്രിയേറ്റിവിറ്റിയാണ്. കണ്ടില്ലേ, ഇവിടെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. വേൾഡ് എന്ന് പറയുന്നത് ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ അത് സൃഷ്ടാവിൻ്റെ സൃഷ്ടാവെന്ന് ദൈവമാണല്ലോ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ക്രിയേറ്റീവ് എനർജിയാണ്, ക്രിയേറ്റിവിറ്റിയാണ്. നിങ്ങൾക്കുള്ളിലുള്ള ക്രിയേറ്റീവ് എനർജി എന്താണോ അത് കണ്ടെത്തി നിങ്ങൾ മുന്നോട്ട് വരികയും ദൈവികമായ എനർജിയിൽ നിങ്ങൾ നിൽക്കാൻ ശ്രമിച്ചു കഴിയുക കൂടി ചെയ്യുമ്പോൾ അതിനും കൂടി നിങ്ങൾ പരിശ്രമിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുമെന്നാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? നമുക്കതിനായിട്ട് ഏഞ്ചൽസിന്റെ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങളിലുള്ള ക്രിയേറ്റിവിറ്റി ഉണ്ട്, നിങ്ങളിലൊരു ക്രിയേറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എന്താണ്, ക്ലിയർ ആയിട്ട് തന്നെ സംസാരിക്കണം. അങ്ങനെ ക്ലിയർ ആയിട്ടുള്ള സംസാരത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് ഒരുപാട് അനുഗ്രഹത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് പറയുന്നത്? അപ്പോൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താത്ത ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പരാജയം സംഭവിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് നടത്തി നോക്കൂ. അവിടെ നിങ്ങൾക്കൊരു സക്സസ് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി എന്ത് സക്സസ് ആണ് നിങ്ങളിലേക്ക് ഉടനെ വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. കണ്ടില്ലേ, ഈ ഒരു സക്സസ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സാമ്പത്തികത്തിൻ്റെതായ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളിപ്പോൾ നോക്കിയിരിക്കുന്നുണ്ടാവാം, സമ്പത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ പരിശ്രമിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടാവാം, ദൈവാനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ടാവാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്കത് സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, നിങ്ങൾ നോക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളൊരു നല്ല ഹീലറായിട്ടാണ് ഇവിടെ കാണുന്നത്. മറ്റുള്ളവരെ ഹീൽ ചെയ്യാനും സ്വയം ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ ആരെങ്കിലുമൊക്കെ ആയിട്ട് ചേർന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടോ? ചില ചെറിയ ബിസിനസ്സുകളിലേക്കോ അതുപോലെ മണി ഏൺ ചെയ്യാനുള്ള മറ്റു പല കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഇവിടെ സക്സസ്സിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ 5 ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിരാശയുണ്ടോ? നിങ്ങളിവിടെ നിരാശ അനുഭവിക്കുന്നുണ്ടാവാം. നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങളോട് മറ്റാരുമില്ല, നിങ്ങൾക്ക് ആരുമില്ല, നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ല എന്നുള്ള ചിന്തകൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരു രക്ഷ വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ദൈവാനുഗ്രഹം നിങ്ങൾക്ക് വരും. അപ്പോൾ പിന്നെ നിങ്ങൾ തനിച്ചല്ല എന്നൊരു ബോധം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും.
മനസ്സിലായി. നമ്മളെപ്പോഴും എങ്ങനെയാണ്, തനിച്ചാണ്, മറ്റാരുടെയും ഒരു സഹായമില്ല എന്നൊക്കെയുള്ള ഒരു തോന്നൽ വരുമ്പോൾ ജീവിതത്തിൽ നിരാശ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അടുത്ത നിമിഷം തന്നെ നമ്മളൊന്ന് മറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ല, ഞാൻ തനിച്ചല്ല, എന്നോടൊപ്പം യൂണിവേഴ്സ് ഉണ്ട്, എനിക്ക് ദൈവാനുഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട് എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം നിങ്ങൾക്ക് നല്ലൊരു പ്രകാശത്തിലേക്ക് പോകാൻ സാധിക്കും. അവിടെയാണ് നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവുന്നത് എന്നാണ് കാണുന്നത്. ഇവിടെ എംപററാണ് വന്നിരിക്കുന്നത്. എംപറർ എന്ന് പറയുമ്പോൾ ഒരുപാട് നോളജുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അറിവ് വർദ്ധിച്ചു വരുന്ന എനർജിയാണ്. മനസ്സിലായി. ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഒരുപാട് നോളജ് വർദ്ധിച്ചു വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യനിഷ്ഠയോടുകൂടിയുള്ള ജീവിതചര്യകളിലേക്ക്, അതുപോലെ രാവിലെ മെഡിറ്റേഷൻ, യോഗ ഒക്കെ ചെയ്ത് കൃത്യമായ സമയങ്ങളിൽ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു വന്ന നല്ല ഒരു ജീവിതചര്യയിലേക്ക് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അതിന് പലരും അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പലർക്കും അതുവഴി ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുമാണ് ഇവിടെ കാണുന്നത്. പലർക്കും ഗവൺമെന്റ് ജോബ് ലഭിക്കാനുള്ള സാധ്യത, അതുപോലെ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു അതോറിറ്റി പവർ ലഭിക്കാനുള്ള സാധ്യത, അതുപോലെ പെർമനന്റ് ആയിട്ട് സാലറി ലഭിക്കുന്ന എനർജി ഒക്കെയും ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ നല്ല എനർജിയാണ് ഇത്. നിങ്ങളെ മറ്റുള്ളവർ നല്ല ഒരു അധ്യക്ഷ പദവിയിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് വിജ്ഞാനത്തോടും അറിവ്, വിജ്ഞാനം ഒക്കെ നേടിയെടുക്കുന്ന വളരെ നല്ല എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് ലഭിച്ചിരിക്കും. അല്ലെങ്കിൽ താമസിയാതെ തന്നെ നിങ്ങൾ ഈ ഒരു എനർജിയിലേക്ക് നീങ്ങുന്നതായിട്ടും കാണുന്നുണ്ട്. ഏഞ്ചൽസിന്റെ മെസ്സേജ് നമുക്ക് നോക്കാവേ. ഏഞ്ചൽസ് എന്താണ് പറയുന്നത്? ലുക്ക് ഫോർ എ സൈൻ എന്ന് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ എംപററുടെ എനർജി വന്നപ്പോൾ തന്നെ നിങ്ങൾക്കൊരു സക്സസിലേക്കാണ് പോകാൻ സാധിക്കുന്നത്. ഇവിടെ ലുക്ക് ഫോർ എ സൈൻ എന്നാണ് വന്നിരിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ഒരു പദവിയിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പ്രപഞ്ചം ചില അടയാളങ്ങൾ കാണിച്ചു തരും. തീർച്ചയായിട്ടും നിങ്ങളൊരു എംപററുടെ പദവിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പ്രപഞ്ചശക്തി കുറെ നല്ല അടയാളങ്ങളെ കാണിച്ചു തരും, സൈനുകളെ കാണിച്ചു തരും. കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു തുടക്കം വന്നിരിക്കുന്നു. നല്ല വെളിച്ചത്തിലേക്ക് പോകാനുള്ള തുടക്കമാണിത്. നല്ല അഭിവൃദ്ധിയിലേക്കുള്ള ഒരു തുടക്കമാണ്, ആത്മീയപരമായ ജീവിതത്തിലേക്കുള്ള ഒരു തുടക്കമാണ് എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരുന്ന വിധത്തിൽ ചില അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത്. ചിലപ്പോൾ ചില തൂവലുകൾ കാണാം, പക്ഷെ തൂവലുകൾ കാണാം. അതുപോലെ തന്നെ അത് നമ്മുടെ ദേഹത്തൂടെ ഉരസി, നമ്മൾ എവിടെയെങ്കിലും നടന്നു പോകുമ്പോൾ ദേഹത്തോടെ ഉരസി വീഴുന്നത്, അതുപോലെ റെയിൻബോ കാണുന്നത്, അതുപോലെ തന്നെ പാറ്റേൺസ് ആയിട്ട് ഒരുപാട് സംഖ്യകൾ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ കാണുകയാണ്. ഒരേ തരത്തിലുള്ള സംഖ്യകൾ 11 കാണുന്നു, 12 കാണുന്നു, 10 കാണുന്നു, അങ്ങനെയൊക്കെ ഉള്ള 111, 333 ഇങ്ങനെയൊക്കെയുള്ള സംഖ്യകളെ അടുപ്പിച്ച് അതിൻ്റെതായ പാറ്റേൺസ് ഇങ്ങനെ വന്ന് കണ്ടുകൊണ്ടേയിരിക്കുന്നു. ബട്ടർഫ്ലൈസ് ചുറ്റും പറക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ആത്മീയപരമായ ഒരു മാറ്റത്തിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. അല്ലെങ്കിൽ നിങ്ങളെ പ്രപഞ്ചം അതിലേക്ക് നയിക്കുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ സൂചനയാണ് കാണുന്നത്. ഇത് ഏറ്റവും നല്ല ഒരു സൈനാണ്, സിമ്പലാണ്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഒത്തിരി കാലം കൊണ്ട് കാണുന്നു, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന്, അല്ലെ? പലരും അത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടല്ലോ, എനിക്ക് എന്നിട്ട് എന്താണ് ഒരു മാറ്റവും വരാത്ത? പക്ഷെ മാറ്റം നിങ്ങളുടെ ഉള്ളിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഈ മാറ്റമൊക്കെ പ്രപഞ്ചം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. പ്രപഞ്ചം നിങ്ങളെ അടുപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം നിഷ്കളങ്കമായ നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വത്തെ പ്രപഞ്ചം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് പതുക്കെയാണ് ഇതിന്റെ ഈ ഒരു പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നാളെ നമ്മളൊരു ഫോണിലോട്ട് നോക്കി 11 കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇത് ക്രമേണയാണ് മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മൾക്ക് 2-3 വർഷങ്ങളൊക്കെ ഞാനൊക്കെ ഇത് കണ്ടതിന് ശേഷമാണ് നമുക്ക് കുറേയൊക്കെ വ്യത്യാസങ്ങൾ അത് മനസ്സിലാക്കാൻ സാധിച്ചത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരുന്നുവെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഭിവൃദ്ധി നിങ്ങളിലേക്ക് വന്നിരിക്കും. തീർച്ചയായിട്ടും മറ്റു പല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മറ്റുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ ഒരു ഉന്മേഷം തോന്നുകയില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കാനുള്ള മനസ്സുണ്ടാവുകയില്ല. അവരെങ്ങനെയും ആയിക്കൊള്ളട്ടെ, അതുവരെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധ ചെലുത്തിയിരുന്ന നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അതിലൊന്നും ശ്രദ്ധയില്ലാതെ ആവുന്നു. സ്വന്തം കാര്യത്തിൽ മാത്രം റിയാലിറ്റിയിലേക്ക് വരാൻ ശ്രമിക്കുന്നു. മനസ്സിലായി? ഞാൻ എന്തിനു ജനിച്ചു, എനിക്ക് എന്തൊക്കെ കടമകളാണ് നിർവഹിക്കാനുള്ളത്, ഇതിനെയൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ, ഇതിനൊക്കെ മറുപടി കണ്ടെത്തി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് ശ്രദ്ധ ചെലുത്താൻ പറ്റില്ല.
അങ്ങനെ പോകാൻ തോന്നുകയില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മാറ്റം നിങ്ങളിലേക്ക് വരുന്നു എന്ന് പറയുന്നത്. ഈ മാറ്റത്തിനുള്ള തുടക്കം നിങ്ങളിലേക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ലുക്ക് ഫോർ എ സൈൻ. ഏഞ്ചൽസ് പറയുന്നത് എന്താണ്? ഈ ഒരു സൈൻ കാണും. ഒരു സൈനിലൂടെ, ഇത്തരത്തിലുള്ള അടയാളങ്ങളിലൂടെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നതാണ്. ആത്മീയപരമായ ഉണർവ് വരുന്നുണ്ട്. ആത്മീയപരമായ പാതയിലൂടെ പോകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിന് എപ്പോഴും അഭിവൃദ്ധി വരുന്നത്. അങ്ങനെയുള്ള അഭിവൃദ്ധി കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുമുണ്ട്. നിങ്ങളെ മനസ്സിലാക്കി തരുന്നുണ്ട് കുറേ കാര്യങ്ങൾ ഈ ഒരു യൂണിവേഴ്സ്. മനസ്സിലായോ? അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഹെർമിറ്റിന്റെ എനർജിയാണ്. ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ടില്ലേ? ഹെർമിറ്റിന്റെ എനർജി എന്ന് പറയുന്നത്, ഹെർമിറ്റ് സന്യാസി അല്ലേ? പണ്ടത്തെ സന്യാസി എന്ന് പറയുമ്പോൾ എല്ലാ വിധത്തിലുള്ള ഭൗതിക സുഖങ്ങളെയും ഉപേക്ഷിച്ചിട്ടാണ് അവർ പ്രകൃതിയോട് അടുക്കുന്നത്. എന്തിന്? പ്രപഞ്ചത്തോട് അടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മറ്റുള്ള സുഖങ്ങളെയെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരുപാട് നമ്മളിപ്പോൾ എല്ലായ്പ്പോഴും മറ്റുള്ള ബന്ധുക്കളോടൊപ്പം ഇരിക്കുക, ബന്ധുക്കളോട് കൂട്ടുകൂടി ചേർന്നിട്ട് ക്ഷേത്രങ്ങളിൽ പോവുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കിട്ടുന്ന സന്തോഷത്തിനേക്കാളും അല്ലെങ്കിൽ ആ ഒരു അറിവിനേക്കാളും കൂടുതലായിട്ടും ദൈവികമായ അനുഗ്രഹം വരുന്നത് നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് പോയി നോക്കൂ. അപ്പോൾ മാത്രമാണ്, ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നത്, പ്രപഞ്ചത്തിലേക്ക് നിങ്ങളുടെ വൈബ് കൊടുക്കാൻ പറ്റുന്നത്. മനസ്സിലായി? അതുകൊണ്ട് തന്നെ ഇവിടെ ഒറ്റയ്ക്ക് മാറിയിരുന്നിട്ട് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏതെങ്കിലും നല്ല വൃക്ഷങ്ങളുടെ ചുവട്ടിൽ ഓക്സിജൻ റിലീസ് ചെയ്യുന്ന വൃക്ഷങ്ങളുണ്ട് ഒരുപാട്, അവിടെയൊക്കെ പോയിരുന്നിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ ക്ഷേത്ര പരിസരത്തുള്ള വൃക്ഷങ്ങളുടെ ചുവട്ടിലിരിക്കാം. ശാന്തമായ അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ തന്നെ വളരെ നല്ല ആശ്വാസം കിട്ടുന്നതാണ്. നിങ്ങളുടെ ആരോഗ്യം ഒന്നുകൂടി വർദ്ധിച്ചു കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നു. സ്വയം ബോധ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മാറാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി എന്താണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത്? പ്രിൻസസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് കപ്പ് എനർജിയാണ്. ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു സ്നേഹത്തിൻ്റെതായ കാർഡാണ്. നിങ്ങളിലേക്ക് സ്നേഹം വരും. മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്താണ്? നിങ്ങൾ അതിനെ ആകർഷിക്കാൻ തക്ക വിധത്തിൽ നിങ്ങൾ സ്വയം പാകപ്പെട്ടിരിക്കണം. മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾക്കത് ലഭിക്കില്ല എന്ന് പറയുന്നത് പോലെയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഇമോഷൻസ് മറ്റുള്ളവരുടെ ആ ഇമോഷൻസുമായിട്ട് കണക്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ സ്വയം അത്തരത്തിലുള്ള എനർജിയിലേക്ക് മാറിയിരിക്കണം. എന്നാൽ മാത്രമേ അത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും ലഭിക്കുകയുള്ളൂ. നിങ്ങളിവിടെ ആർക്കോ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ആരോടോ നിങ്ങളുടെ സ്നേഹം പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും സ്നേഹം തുടങ്ങിയിട്ടുണ്ടാവാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ളത് സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ എനർജി ഒന്ന് മാച്ചാവണം. അതിനായിട്ട് നിങ്ങളിവിടെ കാത്തിരിക്കുന്നു, അതിനായിട്ട് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാണ് ഇവിടെ നടത്തുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന 3 ഓഫ് വാൻസ് ആണ്. നിങ്ങൾ ആവേശത്തോടുകൂടി എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ വിദേശത്ത് പോകാനായിരിക്കാം. ഈ ആവേശം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി കോൺഫിഡൻസ് ആവുന്ന എനർജിയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നല്ലതുപോലെ കോൺഫിഡൻസ് ലഭിക്കുന്നുണ്ടാവണം നിങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു കോൺഫിഡൻറ്റിലൂടെയാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമായി കിട്ടുന്നത്, അല്ലെ? എപ്പോഴും നിങ്ങൾ ആഗ്രഹങ്ങൾ മാത്രം ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ പോരാ, അതിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ കൂടി സന്നദ്ധരാവണം. അതിന് നേടിയെടുക്കാനുള്ള ഒരു ആവേശം ഉണ്ടാവണം. അതിനായിട്ട് നിങ്ങൾ സ്വയം പാകപ്പെടണം. ഒരു ആത്മവിശ്വാസം ഉണ്ടാകണം. അതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. മനസ്സിലായ? ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് എവിടെയും ചെന്ന് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല, ഒരു കാര്യത്തിലും വിജയം നേടിയെടുക്കാൻ പറ്റില്ല. ഉള്ളിലെ ഭീരുത്വമാണ് മുൻപന്തിയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ മുന്നിലേക്ക് ഭീരുത്വം വരാതെ ഉള്ളിലെ ആത്മവിശ്വാസം കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും അതിനും പവർഫുൾ ആവണം. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും ജോലിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. അതുപോലെ തന്നെ വളരെയധികം ആവേശത്തോടുകൂടി നോക്കിയിരിക്കുന്ന എന്തോ ചില വ്യക്തികളാവാം, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളുമാകാം. അവർ വന്നു ചേരാൻ വേണ്ടി ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്.
ഇവിടെ ഇഫ് യു ബിലീവ് എന്നാണ് നമ്മുടെ ഏഞ്ചൽസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ, കാരണം നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണം? നിങ്ങളുടെ ഉള്ളിലെ കോൺഫിഡന്റ് ആണ് അത് വിശ്വസിക്കുക, അല്ലെങ്കിൽ കോൺഫിഡൻസ് ആയിട്ടിരിക്കുന്ന ആ ഒരു എനർജിയാണ് നിങ്ങൾക്ക് വിശ്വാസത്തെ തരുന്നത്, അല്ലെ? അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്കത് നേടാൻ കഴിയും എന്നുള്ള വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടേ എങ്കിൽ, അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടേ എങ്കിൽ, അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിച്ചിരിക്കും എന്നുള്ളതാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഏഞ്ചൽസിന്റെ മെസ്സേജ് വന്നിരിക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ്, കണ്ടില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ പരിശ്രമിക്കുന്ന നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കാതിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ കളങ്കമില്ലാതെ പല കാര്യങ്ങളിലേക്കും പ്രവർത്തിക്കാൻ ഇറങ്ങുക. നേടിയെടുക്കണമെന്നുള്ള അമിതമായ ആഗ്രഹത്തോടു കൂടിയും വിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നത്. അപ്പോൾ ദൈവികമായ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ വസ്തു സംബന്ധമായ കേസുകൾ നിങ്ങൾക്കുണ്ടായിരിക്കാം, ചിലപ്പോൾ ഡിവോഴ്സ് കേസുകളിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാവാം, അല്ല എങ്കിൽ ചിലപ്പോൾ സാമ്പത്തികപരമായ കേസുകളിൽ ഉണ്ടാവാം. ഇനി ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് കോടതി വക എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കാരണം അവിടെ നിങ്ങൾ സത്യസന്ധമായിട്ട് ഇടപെട്ടിട്ടുണ്ടേ എങ്കിൽ നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നതായിരിക്കും എന്ന് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് 5 ഓഫ് വാൺസിന്റെ എനർജിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തോ ഇന്നത്തെ ദിവസം നിങ്ങൾ ചില ബുദ്ധിമുട്ടുകളിലാണ്ടിരിക്കുന്നു, ചില ഏടാകൂടത്തിൽപ്പെട്ടിരിക്കുന്നു, ചില രക്ഷപ്പെടാൻ പറ്റാത്ത ചില കുരുക്കുകളിലായിരിക്കണം ചില ആൾക്കാർ. അത് സാമ്പത്തികമാകാം, അതുപോലെ വ്യക്തിപരവും ആകാം, മറ്റ് പല കാര്യങ്ങളിലും ആകാം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും. കാരണം അടുത്തായിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് സ്റ്റാർ കാർഡാണ്. കാരണം നിങ്ങൾ ഒരു ഉയർച്ചയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റാത്ത, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ മുന്നോട്ട് വരുന്ന നിങ്ങൾക്ക് നല്ലൊരു ഹീലർ ആവാൻ കഴിയുന്നു. അല്ല എങ്കിൽ നിങ്ങൾക്ക് ചില അസുഖങ്ങളുണ്ട്, നിങ്ങൾ അതിൽ പെട്ടിരിക്കുകയാവാം. ചില അസുഖങ്ങൾ ബാധിച്ച് നിങ്ങൾ വിഷമം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഹീലാവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സ്റ്റാർ കാർഡ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ നിങ്ങൾക്ക് ചക്രാസ് ആക്റ്റീവ് ആകുന്നുണ്ട്. 7 ചക്രാസിന്റെ ആക്ടിവേഷൻ കൊണ്ടുതരുന്ന നിങ്ങളുടെ ആരോഗ്യത്തെ, പരിപൂർണമായ ഒരു ആരോഗ്യത്തെയാണ് തരുന്നത്. അപ്പോൾ ഈ പരിപൂർണമായ ആരോഗ്യം ലഭിക്കുന്നത് കൂടി തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി വരും, ദേഹത്തിന്റെ സ്വസ്ഥത ലഭിക്കുന്നുണ്ട്, ആരോഗ്യത്തിൽ മുന്നിട്ട് നിൽക്കാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു. അതുവഴി നിങ്ങൾക്ക് പല കാര്യങ്ങളെയും നേടിയെടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കും. അത് ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്കിവിടെ ഉയർച്ച വരുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ തന്നെ നിങ്ങൾക്കൊരു ഉയർച്ച വരാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സാമ്പത്തികപരമായോ സാമൂഹികപരമായിട്ടോ അല്ലെങ്കിൽ പ്രണയപരമായിട്ടോ ഏത് വിധത്തിലായാലും നിങ്ങൾക്ക് ഒരു ഉയർച്ച വരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബോട്ടം വന്നിരിക്കുന്ന ഡെത്ത് കാർഡാണ്. ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ എൻഡായിട്ടുണ്ട്, അല്ലെ? പല പ്രശ്നങ്ങളും സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്ന ചില സാഹചര്യങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട്. എല്ലായ്പ്പോഴും ഈ സ്റ്റക്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതിൽ നിന്ന് നിങ്ങൾക്കൊരു വിമുക്തി നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നല്ല ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. നല്ലൊരു ചേഞ്ചാണ് നിങ്ങൾക്ക് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് എ ഇയർ ഫ്രം നൗ എന്നുള്ളതാണ്. കണ്ടില്ലേ? എ ഇയർ ഫ്രം നൗ, ഇപ്പോൾ തൊട്ട് ഒരു വർഷത്തിനകം നിങ്ങൾക്ക് ഈ ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഒരുപാട് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ തൊട്ട് ഒരു വർഷത്തിനകം നിങ്ങൾക്ക് ഉൾപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങളിൽ നിന്ന്, നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങൾ, നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാവുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നതാണ്. ഏഞ്ചൽസും പറയുന്ന ദേവിയുടെ അനുഗ്രഹമാണിത്. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട്. ഒരു വർഷത്തിനകം നിങ്ങൾക്ക് ഒത്തിരി ചേഞ്ചസ് വരുന്നു ജീവിതത്തിൽ എന്നുള്ളതാണ്, അല്ലെങ്കിൽ അഭിവൃദ്ധി വരുന്നു ജീവിതത്തിൽ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കണ്ടിരിക്കുന്നത്. ഇവിടെയും ബോട്ടം വന്നിരിക്കുന്നത് 10 ഓഫ് പെന്റക്കിൾസിന്റെ ആണ് ബോട്ടം വന്നിരിക്കുന്നത്. കണ്ടില്ലേ?
10 ഓഫ് പെന്റക്കിൾസ് ആണ്, നിറഞ്ഞ സാമ്പത്തികം നിങ്ങളിലേക്ക് വരും. അപ്പോൾ സാമ്പത്തികപരമായ അഭിവൃദ്ധി വരുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഒരുപാട് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു വർഷത്തിനകം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകാൻ പോകുന്നു, ഒരുപാട് കാര്യങ്ങളിൽ ചേഞ്ച് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു റീഡിങ്, ഒരു ചെറിയ റീഡിങ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.